നല്ല ജോലിയിൽ ഇരുന്നതാ, വീട് വെച്ച് കയറിയതിനു ശേഷം ജോലി പോയി. ശരിക്കും പൈസ ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് കയറിയതിനു ശേഷം പൈസ മൊത്തവും പോയി. 90% വീടിന്റെ വാസ്തുദോഷം മൂലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം പ്രശ്നങ്ങളാണോ, ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഇത് രണ്ടും ഫെങ്ഷുയിലൂടെ സാധിക്കും. ഇപ്പം നമ്മളൊരു പുതിയ വീട് വെച്ചു, അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുതിയ വീട് വെച്ച് നമ്മൾ അതിനകത്തോട്ട് കയറി ഒരു 3 മാസമായി അല്ലെങ്കിൽ ഒരു 6 മാസമായി. അങ്ങനെ താമസിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ കുറേ ബുദ്ധിമുട്ടുകൾ. ചിലർ പറയും ഇതിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെല്ലാം തങ്ങളുടെ അങ്ങ് വഴക്കാണ്, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല, പരസ്പരം കണ്ടുകൂടാ, എല്ലാം അങ്ങ് പ്രശ്നമാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു കുഴപ്പമില്ല, ഭയങ്കര സ്നേഹവും. ഭാര്യയും ഭർത്താവും തങ്ങളിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ. നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്നതാണ് കൊച്ചുങ്ങൾ, പക്ഷെ ഇതിനകത്ത് വന്നതിന് ശേഷം പഠിത്തം അങ്ങ് പോയി. നല്ല ജോലിയിൽ ഇരുന്നതാ, വീട് വെച്ച് കയറിയതിനു ശേഷം ജോലി പോയി. ശരിക്കും പൈസ ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് കയറിയതിനു ശേഷം പൈസ മൊത്തവും പോയി. അല്ലെങ്കിൽ പൈസ വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇരട്ടി ചിലവാണ്. 1 ലക്ഷം രൂപ കൊണ്ടുവച്ച് നേരം വിളക്കുമ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് വേറെ ചിലവ് വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% വീടിൻ്റെ വാസ്തുദോഷം മൂലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വാസ്തുപ്രകാരം ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. അതേസമയം ഇവർ വാസ്തു എല്ലാം നോക്കി ഇവരുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളെല്ലാം പക്കയാണെന്ന് കരുതുക. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ വീട്ടിലങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തൊട്ട് അവർക്ക് അങ്ങോട്ട് മാറ്റങ്ങളായി. ഇവിടെ വന്നതിന് കേട്ടോ അങ്ങനെ പറയുന്ന ഒരുപാട് ആളില്ലേ, ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിൽ താമസിച്ചതിന് ശേഷം നമുക്ക് തൊഴിൽ കിട്ടി, അതെനിക്ക് ഹസ്ബൻഡ് ഇന്നണക്കുള്ള ജോലി കിട്ടി, ജോലിയിൽ ഇന്ന പ്രൊമോഷൻ കിട്ടി, അതെനിക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ശരിക്കും പൈസ വന്ന്, നമ്മൾ കാറ് വാങ്ങി, നമ്മൾ വസ്തു വാങ്ങി, നമ്മൾ ഷോപ്പ് തുടങ്ങി, അങ്ങനെ പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും വീടിൻ്റെ വാസ്തുപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം പ്രശ്നങ്ങളാണോ, ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഇത് രണ്ടും ഫെങ്ഷുയിലൂടെ സാധിക്കും. എങ്ങനെയെന്നുള്ളത് 1-2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളൊരു വീട് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൽ ഞാൻ പറയുകയാണ്. ഇതിനെ കറക്റ്റ് 9 ആയിട്ട് തിരിച്ചു. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഇപ്പം ഇങ്ങനൊരു വീടുണ്ട്. ഇങ്ങനൊരു വീട് വയ്ക്കുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നമുക്ക് ചില ബുദ്ധിമുട്ടുകളുള്ള സന്ദർഭത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ. വീടിൻ്റെ പുറത്ത് ഇവിടെ ഒരു റെഡ് ലൈറ്റ് കൊടുക്കും. മിനിമം 3 മണിക്കൂറെങ്കിലും വേണം, ഫുൾ ടൈം ഇട്ടിരുന്നാലും കുഴപ്പമില്ല. ഇതെന്തിനാണ്? ഭാര്യയും ഭർത്താവും നിങ്ങളുടെ കലഹം ഒഴിവാവാൻ. അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു മാൻഡേരിയൻ ഡക്കിനെ വയ്ക്കുക. ഈ 2 കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം. ഗൃഹനാഥനൊരു ഉയർച്ചയില്ല, വന്നപ്പോൾ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്, ജോലിയൊന്നും കിട്ടുന്നില്ല. ഗൃഹനാഥന് അഭിവൃദ്ധിക്ക് വേണ്ടി നോർത്ത് വെസ്റ്റിൽ നമുക്കൊരു 6 റോഡ് വിൻഡ് ചൈം ഇടാം. തൊഴിൽ കിട്ടുന്നില്ല, വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് നമുക്കൊരു അക്വേറിയം വയ്ക്കാം, അതിനകത്ത് ഒരു അരോന മത്സ്യവും ഇടാം. ഇപ്പം നമുക്ക് എന്തൊക്കെ ഇവിടെ സംഭവിച്ചു? കലഹം മാറി, ഭാര്യയും ഭർത്താവും നിങ്ങളുടെ ഐക്യത്തിലായി. ഗൃഹനാഥൻ്റെ ഒരു ദോഷ സമയം മാറി, ഗൃഹനാഥന് അഭിവൃദ്ധി നേടാൻ തുടങ്ങി. തൊഴിൽപരമായിട്ട് ഗൃഹനാഥന് നേട്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വടക്ക് കിഴക്ക് നല്ലതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുക. എവിടെയാണ്? വടക്ക് കിഴക്ക്. ഈ ഭാഗത്ത് കിണറില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിടുക ഗ്രൗണ്ടിൽ. നിങ്ങളുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ഇല്ലെങ്കിൽ വീടിൻ്റെ വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ ദിവസവും തീയിട്ട് കത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു മാറ്റം ഉണ്ടാകും. സൗത്ത് വെസ്റ്റിൽ നമ്മളൊരു റെഡ് ലൈറ്റ് ഇട്ടു, കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഡക്ക് വെച്ചു. നോർത്ത് വെസ്റ്റിൽ ഒരു ഔട്ട് സൈഡിൽ ഒരു വിൻചയം ഇട്ടു. അവിടെ നമുക്ക് നോർത്തിൽ നമുക്കൊരു അക്വേറിയം കൊടുത്തു. നോർത്ത് ഈസ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റിൽ നമ്മൾ തീയും ഇട്ടു. എല്ലാ ദിവസവും തീരണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വീടിൻ്റെ എനർജി ലെവലൊന്ന് ഷിഫ്റ്റ് ആവും, നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകൾ പറയാം. ഇതാണ് മാൻഡേരിയൻ ഡെക്സ്. ഇതെവിടെ വയ്ക്കണം? ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വയ്ക്കണം. ഇനി വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വീട്ടിലുണ്ട്, വിവാഹം നടക്കുന്നില്ല,
അവരുടെയും ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ മാൻഡേരിയൻ എക്സ് വെക്കാം. കന്നിമൂല നഷ്ടപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഹാങ് ചെയ്യാം. ഫിനാൻഷ്യൽ ആയിട്ട് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ശമ്പാല സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. സൗത്ത് ഈസ്റ്റ് കോർണർ, മറ്റേ നമ്മൾ ക്രിസ്റ്റൽ ബോൾ പറഞ്ഞത് സൗത്ത് വെസ്റ്റിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ടവർ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. എവിടെ? ലിവിംഗ് റൂമിന്റെ. ചൈനീസ് വാസ്തുപ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ 4 അനിമൽസ് ഏതൊക്കെയാണ്? നോർത്തിൽ വന്നിട്ട് ടോർട്ടോയിസ്, ടർട്ടിൽ. അത് കഴിഞ്ഞിട്ട് നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്തിൽ വന്നിട്ട് ഫീനിക്സ് ബേർഡ്. ഈസ്റ്റിലോ ഒരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം. വെസ്റ്റിലോ ഒരു വൈറ്റ് ടൈഗർ വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഫെങ്ഷുവി ടൂളുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിത്തരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.